ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഭാഗത്തോട് തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് വിശ്വാസം, പ്രത്യാശ, ദൈവവചനം, പ്രാർത്ഥന എന്നിവ കുടുംബത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. നമ്മൾ വ്യക്തി ജീവിതത്തിൽ ആദ്യമായിട്ട് അവ പരിശീലിച്ച് ഉറപ്പുവരുത്തുകയും നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ ഭവനത്തിലെ അംഗങ്ങൾക്ക് ആ രീതിയിൽ ആവശ്യമായ പോഷണം നൽകുവാൻ തക്കവണ്ണം ഓരോ വിശ്വാസികളും, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ അല്ലെങ്കിൽ വീടിൻ്റെ തലയായിരിക്കുന്നവർ അതിനുവേണ്ടി അധ്വാനിക്കണം. അവരുടെ അഭാവത്തിൽ ആ ശുശ്രൂഷ സഹോദരിമാർ ക്രമമായിട്ട് നിവർത്തിക്കുവാൻ ശ്രമിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിലത്തെ മെസ്സേജ് ഞാൻ ഒന്നുകൂടെ കേട്ടപ്പോൾ ഒരു വാക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ തിമോത്തിയോസിൻ്റെ വലിയമ്മ ലോവീസ്, അതുപോലെ തൻ്റെ അമ്മ യൂനിക്ക എന്ന പദം ഉപയോഗിച്ചപ്പോൾ ഒരു ചെറിയ പ്രശ്നം അവിടെ വന്നിട്ടുണ്ട്. അതായത് യൂനിക്കയാണ് യവനനായിരുന്ന ഒരു തന്നെ വിവാഹം കഴിച്ചത്, ലോവീസ് അല്ല. അത് ഒരു തെറ്റായ പദം വന്നതാണ്. വാസ്തവത്തിൽ യൂനിക്ക തൻ്റെ അമ്മ വിവാഹം കഴിച്ചതൊരു യവനനെയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പിതാവിൻ്റെ അഭാവം ഉണ്ടായത് എന്ന് നമ്മൾ കാണുന്നു. ലോവീസ് അങ്ങനെ ആയിരുന്നു എന്നുള്ളതിന് തെളിവൊന്നുമില്ല. ലോവീസ് ഞാൻ വിചാരിക്കുന്ന ഒരു എബ്രായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യക്തിയെ തന്നെയായിരിക്കാം വിവാഹം കഴിച്ചത്. അപ്പോൾ ആ ഭാഗം ഒന്ന് കറക്ഷനായിട്ട് പറയുകയാണ്. ഇന്ന് നമ്മൾ ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ തുടർന്നുള്ള ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ്, ചിന്തിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ദൈവഭക്തി നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾക്കുള്ള അതേ കാഴ്ചപ്പാട് നമ്മുടെ കുടുംബത്തിനും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, നമ്മൾ ദൈവവചനം അഭ്യസിക്കുന്നത് കുടുംബത്തിനും പ്രയോജനം പെരുമാറാതെ അത് പങ്കുവെക്കണം. ദൈവവചനം നമ്മൾ പഠിക്കണം കുടുംബമായിട്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എനിക്ക് ഏറ്റവും അധികം വചനം ലഭിക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ കുടുംബത്തോടു കൂടി ഇരുന്ന് ധ്യാനിക്കുമ്പോഴാണ്. മിക്കവാറും 90% ഞാൻ വചന ശുശ്രൂഷ ചെയ്യുന്നത് കുടുംബത്തിൻ്റെ മധ്യേ ഇരുന്ന് ഞാൻ വചനം ധ്യാനിക്കുമ്പോഴാണ് ദൈവം നൽകാറ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെ മധ്യയാണ്. ആ കുടുംബത്തിൻ്റെ മധ്യേ ഇരുന്ന് നമ്മൾ വചനം പങ്കുവയ്ക്കുമ്പോൾ ദൈവം ആ സമയത്ത് നമുക്ക് കൂടുതൽ ആലോചനകളെ നൽകുവാനായിട്ട് ദൈവം ഇടയാക്കും. ആ വചനഭാഗങ്ങളാണ് പിന്നീട് ദൈവജനത്തിന് നൽകുവാനായിട്ട് എനിക്ക് ഇടയാകാറ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്നൊരു വസ്തുത, ദൈവവചനം കുടുംബത്തിൽ പഠിപ്പിക്കണം. നിങ്ങൾക്ക് ഒരിക്കലും വചനം എന്ന വിഷയത്തിൽ ഒരു ദാരിദ്ര്യവും ഉണ്ടാവുകയില്ല. ഞാനത് 100% ഉറപ്പ് നൽകുകയാണ്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം കുടുംബത്തിൻ്റെ മധ്യേ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവം തന്നെ ഒരു വലിയ കുടുംബം പണിയുന്നവനാണല്ലോ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കുടുംബം എന്നുള്ളതാണ്. അത് ഏറ്റവും ചെറിയൊരു അവസ്ഥയിൽ നമ്മൾ കാണുന്ന കുടുംബങ്ങളാണെങ്കിൽ ദൈവം തൻ്റെ മനോഹരമായ കുടുംബത്തെ പണിതുകൊണ്ടിരിക്കുകയാണ്. തലയായിരിക്കുന്ന ക്രിസ്തുവും സഭയാകുന്ന തൻ്റെ ശരീരവും എന്നുള്ള വലിയ കോൺസെപ്റ്റ് അത് ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് ദൈവം അതിൽ അത്യന്തം ആനന്ദിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവവചനം, പ്രാർത്ഥന, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന വിശ്വാസം, അതുപോലെ പ്രത്യാശ എന്നിവ വളർത്തുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തോടുള്ള അനുസരണവും ദൈവഭക്തിയും കുടുംബത്തിൽ വർദ്ധിച്ചു വരും. ഇതില്ലാത്ത ഭവനങ്ങളിലാണ് വാസ്തവത്തിൽ മൂല്യച്യുതികൾ സംഭവിക്കുന്നത്. ബേസ് കറക്റ്റാണെങ്കിൽ അത് ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കും. കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഭവനത്തെ പണിതാൽ അത് തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു ഭാഗമാണ്, മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. കുടുംബത്തിൻ്റെ മധ്യേ ഭർത്താവും ഭാര്യയും ദൈവവും ചേർന്നാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ചരട് ഒരിക്കലും വേഗത്തിൽ അറ്റുപോകുകയില്ല. ദൈവത്തെ ചേർത്ത് നാം പണിയുന്ന ഒരു പണിയെ പിശാചിന് പൊട്ടിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർ 7:14 നാം ഇപ്രകാരം വായിക്കുന്നു: അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും. ഇപ്പോഴും അവർ
മതി. ഇത് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നതായ ഈ ഭാഗം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ഭാര്യ അവിശ്വാസിയാണ്, അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അവിശ്വാസിയാണ്. ഇങ്ങനെ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പുതുതായി കഴിഞ്ഞ ഒരു വിവാഹമൊന്നും അല്ല. കാരണം അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിക്കുന്നെങ്കിൽ ഒരു വിശ്വാസിയുമായിട്ട് ആകാവൂ. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം, ഇത് രണ്ട് അവിശ്വാസികളായിരുന്നു, പക്ഷേ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കർത്താവിനെ അറിയുവാൻ ഇടയായി. ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ രണ്ട് വ്യത്യസ്ത ടേസ്റ്റാണ്. ഒരാൾ ആത്മീകമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു, മറ്റേയാളാണെങ്കിൽ ജഡികമായത് ചിന്തിക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഭർത്താവോ ഭാര്യയോ വേർപെട്ട് പോകുന്നെങ്കിൽ അവർ പോകട്ടെ, അല്ല അവർക്ക് ഒരുമിച്ച് താമസിക്കുവാൻ സമ്മതമാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. കാരണം ഭർത്താവ് മുഖാന്തരം ഭാര്യ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാകും, ഭാര്യ മുഖാന്തരം ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാകും. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ രക്ഷയെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഒരു കുടുംബത്തിൽ ഭർത്താവ് ഭക്തിയോടെ ജീവിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കുടുംബത്തിൽ മുഴുവനും ഉണ്ടായിരിക്കും. ഭാര്യ ഭക്തിയോടെ ജീവിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. അതെന്താ? ഭർത്താവ് ഭക്തിയോടെ ജീവിക്കുമ്പോൾ ഭാര്യയും അതിനോട് ചേർന്ന് ജീവിക്കുവാൻ ഇടയായിട്ട് തീരും. ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവ് രക്ഷിക്കപ്പെട്ടു, ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടില്ല, വിശ്വാസിയല്ല, വിശ്വാസിയാണ്. ഭർത്താവ് തീർച്ചയായിട്ടും എന്തു ചെയ്യും? വചനം വൈകിട്ട് പഠിക്കും, കുടുംബത്തിൻ്റെ മധ്യേ വചനം പഠിപ്പിക്കും. അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അവൻ ദൈവഭക്തനായിട്ട് ജീവിക്കാൻ ശ്രമിക്കും, അവൻ പ്രാർത്ഥിക്കും, അവൻ കുടുംബത്തിൻ്റെ മധ്യേ കർത്താവിനെ സാക്ഷീകരിക്കും. ന്യായമായും ആര് വചനം കേൾക്കും? ഭാര്യ വചനം കേൾക്കും, മക്കൾ വചനം കേൾക്കും. തന്മൂലം ഈ വചനം അവരെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭാര്യ വിശ്വാസിയാണ്, അവൾ വചനം ധ്യാനിക്കുകയും വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ബൈബിൾ എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവമുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങനൊരു വാക്യം കേൾക്കുകയാണ് ഭർത്താവ് എന്ന് കരുതുക, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് കേൾക്കുന്ന ഒരു ഭർത്താവ് തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു പുനർവിചിന്തനം ചെയ്യാൻ ഇടയായിട്ട് തീരും. ഇങ്ങനെ വചനം അവരെ വിശുദ്ധീകരിക്കുവാനും പിന്നീട് അതവരെ രക്ഷയിലേക്ക് നടത്തുവാനും മുഖാന്തരമായിട്ട് തീരും എന്ന് ദൈവവചനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ദൈവവചനം പിന്നെയും പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഭാര്യമാരോടുള്ള ബന്ധത്തിൽ പ്രത്യേകം പറയുന്നത്, നിങ്ങളുടെ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ ഭയത്തോടു കൂടിയ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞിട്ട് അവർ വചനം കൂടാതെ ചേർന്ന് വരുവാൻ ഇടയാകും. മറ്റൊരിടത്ത് വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രോമിസസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഒരു വ്യക്തി പൂർണ്ണ ഹൃദയത്തോടു കൂടെ ദൈവഭക്തി പരിശീലിക്കുവാനായി കുടുംബത്തിൽ ഇടയായാൽ അതിൻ്റെ ഇഫക്റ്റ് മറ്റുള്ളവരിലേക്കും പടരുവാനായിട്ട് ഇടയാകും. ഈ അപ്പനും അമ്മയും ഭക്തിയോടെ ജീവിക്കാൻ തുനിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് മക്കളിലേക്കും കടന്നു വരും. അതൊരു ട്രാൻസെൻഡിങ് ഇഫക്റ്റാണ്. അത് നടക്കുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബൈബിൾ വചനം പഠിക്കുക, പ്രാർത്ഥിക്കുക, അതിനാസ്പദമായിട്ടുള്ള രീതിയിലുള്ള വിശ്വാസത്തെ ക്രമീകരിക്കുക, പ്രത്യാശയോടുകൂടെ ജീവിക്കുക. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ ദൈവവചനത്തിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നാം നേരിടാൻ തുടങ്ങുമ്പോൾ ആ സ്വഭാവം മക്കളിലേക്കും കടന്നു വരുവാൻ ഇടയായിട്ട് തീരും. അങ്ങനെ അവർ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. ദൈവം തക്ക സമയത്ത് അവരെ രക്ഷയിലേക്ക് വഴി നടത്തുവാൻ ഇടയായിട്ട് തീരും. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്. അത് നമ്മൾ മനസ്സിലാക്കി കുടുംബജീവിതത്തിലേക്ക് അത് കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. ഇവിടെ പറയുന്നത്, അപ്പനും അമ്മയും മര്യാദയ്ക്ക് ജീവിക്കാൻ തുനിഞ്ഞാൽ മക്കൾ വിശുദ്ധർ ആയി തീരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തോന്നിവാസമൊന്നും അവിടെ ഉണ്ടാവുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ, അപ്പൻ ഭക്തിയോടെ ജീവിക്കുന്നവനാണ്, അവൻ സീരിയലും കണ്ട് സമയം കളയുന്നവനോ കണ്ടതായിട്ടുള്ള സിനിമകൾ കാണുന്നവനോ അല്ല എങ്കിൽ ആ ഇഫക്റ്റ് എവിടെ ഉണ്ടാകും? കുടുംബത്തിലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നാം ഭക്തിയുടെ മാർഗം മുറുകെ പിടിക്കുമ്പോൾ ആ ഇഫക്റ്റ്
കുടുംബത്തിലെ വ്യക്തികളിലേക്ക് തന്നെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം അത് ഇരുവായ്ത്തലയുള്ള വാളാണ്, അത് ജീവനുള്ളതാണ്, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നതാണ്. അത് ഹൃദയത്തിലെ ആത്മാവിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ദൈവവചനം ജീവനുള്ളതാണ്, അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നാം മറ്റൊരിടത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ വചനം അതിൻ്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞാൽ വചനം അയക്കപ്പെട്ടാൽ അത് അതിൻ്റെ പ്രവൃത്തി നിർവഹിച്ചിട്ട് മാത്രമേ തിരിച്ച് വരികയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം കുടുംബത്തിൽ ദൈവവചനം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അത് നമ്മൾ ധ്യാനിക്കണം, അത് നമ്മൾ പഠിക്കണം. അങ്ങനെ നാം ചെയ്യുന്ന പക്ഷം നമ്മളും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. 1 തെസ്സലോനിക്കർ 2:12. മതി. അപ്പൻ, കഴിഞ്ഞ ആഴ്ച ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി, ദൈവവചനം പഠിപ്പിക്കാനായിട്ട് ദൈവവചനം മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്, അതിനുള്ളതായിരിക്കുന്ന കൽപ്പന കൊടുത്തിരിക്കുന്നത് അപ്പന്മാർക്കാണ്. ഇവിടെ പറയുന്നത് അതേ കാര്യം തന്നെയാണ്. അപ്പൻ മക്കളോട് എന്ന പോലെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി അപ്പന്മാരുടെ മേൽ ആണ് ഇരിക്കുന്നത്. മക്കളോട് കൂടെ എപ്പോഴും വസിക്കാൻ കഴിയാവുന്നതും നാം ശ്രമിക്കണം. നമുക്കറിയാം, ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ചിലപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടാണത്. എല്ലാവർക്കും അത് പാലിക്കാൻ പറ്റാറില്ല, അത് ഞാൻ നിരാകരിക്കുന്നില്ല. എന്നാൽ കഴിയാവുന്ന അത്രയും അപ്പന്മാർ മക്കളോട് കൂടെ വസിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അപ്പന്മാരുടെ ഉപദേശങ്ങൾക്ക് മക്കൾ കീഴ്പ്പെടുന്നത് പോലെ അമ്മമാരുടെ ഉപദേശങ്ങൾക്ക് കീഴ്പ്പെടാറില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികൾ. ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടിച്ചു നിർത്താമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. കാരണം അവർ 12 കഴിഞ്ഞ് 14 എത്തിക്കഴിയുമ്പോഴേക്കും വലിയ പുരുഷന്മാരായി മാറുകയാണ്. പുരുഷന്മാരാകുന്ന പ്രോസസ്സിലാണ് അവരത്. അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അഡൽട്ട്ഹുഡിലേക്കുള്ളൊരു ജേണിയാണ് അവരുടേത്. ആ ട്രാൻസിഷനാണ് നടക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും അവരൊക്കെ അങ്ങ് തോന്നി തുടങ്ങും, ഞങ്ങൾ ഇച്ചിരി വലിയ പുള്ളികളൊക്കെ ആയെന്നുള്ളത്. പിന്നെ അമ്മയൊന്നും വലിയ വിഷയം അല്ല, അങ്ങ് മാറ്റി നിർത്താൻ ശ്രമിക്കും. അമ്മയെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അമ്മയെ ഇട്ട് വെള്ളം കുടിപ്പിക്കും അവർ. ഞാൻ പറയുന്നത് പ്രായോഗികമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ആൺപിള്ളേരെ മെരുക്കാനായിട്ട് അമ്മമാർക്ക് എളുപ്പമല്ല, അപ്പന്മാർ തന്നെ അവിടെ വേണം. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്, അപ്പന്മാര് മക്കളെ 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നാണ്? 3 കാര്യങ്ങളുണ്ട്. 1, പ്രബോധിപ്പിക്കണം, എക്സോർട്ടേഷൻസ്, ഉത്സാഹിപ്പിക്കണം, എൻകറേജ് ചെയ്യണം അവരെ, സാക്ഷ്യം പറയണം, അനുഭവങ്ങളെ വിവരിച്ച് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവം നടത്തി, സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്തു എന്നുള്ളത് അവരോട് പറഞ്ഞ് കൊടുക്കണം. നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രം എടുത്ത് പഠിച്ചാൽ ഇതൊക്കെ അവരോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളോട്. ഇതെന്താണപ്പ എന്ന് ചോദിക്കുമ്പോൾ ഏതാ? യോർദാൻ്റെ അരികിലുള്ള മൺകൂന കാണുമ്പോൾ അല്ലെങ്കിൽ കല്ലിൻ്റെ കൂന കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ ഒരു കാലത്ത് അവിടെ അങ്ങനെയായിരുന്നു, ഞങ്ങളെ അവർ ദൈവം നടത്തിക്കൊണ്ടുവന്ന് ഈ യോർദാനെ ദൈവം പിളർത്തി അതിൽ കൂടെ ഞങ്ങൾ കടന്നു വന്നു, ഈ കല്ലുകൾ അവിടെ കടന്നതാ മോനെ. സാക്ഷ്യം പറയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവം നടത്തിയ കാര്യങ്ങൾ മക്കളുമായി പങ്കുവെക്കണം. അത് സാക്ഷ്യം പറയലാണ്. എക്സോർട്ടേഷൻസ്, ദൈവവചനത്തിൽ നിന്ന് അവരെ ഉപദേശിക്കണം. മാത്രമല്ല അവരെ ഉത്സാഹിപ്പിക്കണം. മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ അധൈര്യപ്പെടുത്തരുത്. അപ്പന്മാരോടാണ് അത് പറയുന്നത് പ്രത്യേകിച്ച്. കാരണം ദേഷ്യം വന്നു കഴിയുമ്പോൾ പിന്നെ കണ്ണും മൂക്കും ഒന്നും കാണില്ല. മക്കളോട് തോന്നിയ പോലെ ഇടപെടാനായിട്ട് തുടങ്ങും. അവർ അധൈര്യപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം, ഒരു പ്രാവശ്യം ചില സമയത്ത് ചില മക്കൾ ഒരേ കാര്യം പല പ്രാവശ്യം ചോദിക്കും. ചിലപ്പോൾ അമ്മമാർക്ക് കുറച്ചുകൂടെ ക്ഷമ കാര്യത്തിൽ കാണും, അപ്പന്മാർക്ക് തീർത്തും ക്ഷമ കാണുകയില്ല. അപ്പോൾ നമ്മളങ്ങ് നിനക്ക് വേറെ തൊഴിലൊന്നുമില്ലടാ എപ്പോഴും അങ്ങനെ പറയരുത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവർ സംസാരിക്കാൻ ആഗ്രഹിക്കും, അവർ സംസാരിക്കുകയില്ല. പല കുടുംബങ്ങളിലും മക്കളും അപ്പന്മാരും തമ്മിൽ 1 മൈൽ അകലം വെച്ചിട്ടുണ്ടാകും. എന്താ കാരണമെന്നറിയാമോ? അപ്പന്മാർ ചിലപ്പോഴൊക്കെ അവരെ അധൈര്യപ്പെടുത്തിയിട്ടുണ്ട്.
അവരെ സംസാരിക്കാൻ അനുവദിക്കില്ല. നീയാണ് വലിയ ടീച്ചിങ്ങും കൊണ്ടുവരുന്നത്, ഇങ്ങനെയൊന്നും പറയരുത്. അവരെന്തെങ്കിലും പറയട്ടെ, അറ്റ്ലീസ്റ്റ് ലെറ്റ് ദം കമ്മ്യൂണിക്കേറ്റ്. അവർ സംസാരിക്കട്ടെ. നിനക്ക് തിരുത്തി കൊടുക്കാമല്ലോ തെറ്റാണ് പറയുന്നതെങ്കിൽ. പക്ഷേ അവൻ്റെ സംസാരത്തെ തന്നെ നീ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ നീ ആഗ്രഹിച്ചാലും അവൻ സംസാരിക്കാൻ പോകുന്നില്ല. ലെറ്റ് ഇറ്റ് ബി ആൻ ഓപ്പൺ പ്ലാറ്റ്ഫോം. കുടുംബത്തിൽ മക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ അവരെയും ഇൻവോൾവ് ചെയ്യിച്ച് അത് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിലുണ്ടായാൽ അതിന് ബെനിഫിറ്റ് നമ്മൾ പിന്നീട് കൊയ്യും. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് സഭകളിൽ, അതായത് ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയും ആയിരിക്കണം. ഏറ്റവും അടുത്ത സുഹൃത്ത്, ഫ്രണ്ട്. നമ്മൾ പാടാറുണ്ടല്ലോ, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ജീസസ് ഈസ് അവർ ലോർഡ്, ബട്ട് ഹി ഈസ് ഓൾസോ അവർ ഫ്രണ്ട്. അതുപോലെ ആയിരിക്കണം. അപ്പനാണ്, പക്ഷെ ഫ്രണ്ട് ആയിരിക്കണം. അത്രയും ക്ലോസ് ഇൻറ്റിമസി നമുക്കുണ്ടെങ്കിലാണ് മക്കളെ സത്യത്തിൽ വഴി നടത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാനത് പലപ്പോഴും പറയാറില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. നമ്മളിവിടെ കറക്റ്റ് DNA മാപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മക്കളിലാണ്. അവരെക്കാളും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതും മനസ്സിലാക്കാവുന്നതും ഇടപെടുവാൻ സാധിക്കുന്നതുമായ മറ്റൊരു വ്യക്തികളും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അവരുമായിട്ടുള്ള നമ്മുടെ ഇൻറ്റിമസി വളരെ ആഴത്തിലായിരിക്കണം. അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകുന്ന പോലെ ലോകത്തിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മളാണ് അവർ. അതുകൊണ്ട് നമ്മളുടെ മക്കൾ നമ്മളോട് ക്ലോസ് ആയിരിക്കണം. അത് നന്മ എന്താണെന്നറിയാമോ? എല്ലാ കാര്യങ്ങളും അവർ വന്ന് പറയും നമ്മളോട്, A to Z. നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ അവർക്ക് പറ്റും. ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല. നമ്മളറിയും നമ്മളുടെ മക്കളുടെ വേദനകൾ, അവരുടെ സെൻറ്റിമെൻറ്റ്സ് നമ്മളറിയും, അവരുടെ ഇമോഷൻസ് നമ്മളറിയും, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മളറിയും. നമുക്കവർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മക്കളെ സത്യത്തിൽ വഴി നടത്തുവാനായിട്ട് സാധിക്കും. അതിന് നല്ലൊരു റിലേഷൻ ഉണ്ടാകണം. അതിനുള്ള പ്ലാറ്റ്ഫോമാണ് കുടുംബമായിട്ടിരിക്കുന്ന സമയങ്ങൾ. അത് ശരിക്കും ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മക്കളെ പ്രബോധിപ്പിക്കുവാനും ഉത്സാഹിപ്പിക്കുവാനും സാക്ഷ്യം പറയുവാനും നമ്മൾ ശ്രമിക്കണം. യെരമ്യ 32:39. യെരമ്യാവ്. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം. അപ്പോൾ ദൈവത്തിന് ഒരു വ്യക്തിയെ വീണ്ടെടുക്കുമ്പോൾ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ എന്ന് പറയുന്നത് ആ വ്യക്തി മാത്രം അല്ല, അത് നമ്മൾ മറക്കരുത്. ഒരു വ്യക്തിയെ കർത്താവ് വീണ്ടെടുക്കുമ്പോൾ അവൻ്റെ തലമുറകളെ കുറിച്ച് കർത്താവിനൊരു പ്ലാൻ ഉണ്ട്. അത് സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. രക്ഷ നമുക്കാണ് കിട്ടുന്നത് ആദ്യം, പക്ഷെ എൻ്റെ തലമുറകളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയെ തുരങ്കം വയ്ക്കുന്നത് നമ്മളായി തീരരുത്. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ആ പദ്ധതിയെ തുരങ്കം വയ്ക്കുന്നത് നമ്മളായിരിക്കരുത്. നമ്മുടെ മക്കൾക്ക് നാം ഇടർച്ചയായിട്ട് തീരരുത്. അവർക്ക് മാതൃകകളായിട്ട് നമ്മൾ നിലനിൽക്കണം. അവർ നമ്മെ നോക്കി ദൈവത്തെ അറിയുവാനായിട്ട്, ദൈവ വഴി അറിയുവാനായിട്ട്, ദൈവഭക്തി അറിയുവാനായിട്ട് നാം ഇടയാക്കണം. ദൈവം ഇവിടെ പറയുന്നത് അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. ഇസ്രായേലിനെ ദൈവം വീണ്ടെടുത്തപ്പോൾ ദൈവം ആ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലിന് മാത്രമല്ല ദൈവകൽപ്പന കൊടുത്തത്, അവർക്ക് മാത്രമല്ല ബ്ലെസ്സിങ്സ് കൊടുത്തത്, സബ്സീക്വന്റ് ജനറേഷനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ അവരുടെ അനുസരണക്കേട് മൂലം ആ നന്മകൾ അവർ അനുഭവിക്കാതെ വന്നു. നിങ്ങൾ പിന്നീട് ഇരുന്ന് പഠിച്ചാൽ മതി. ആവർത്തന പുസ്തകത്തിൽ ശാപത്തിൻ്റെ വാക്കുകളും അനുഗ്രഹത്തിൻ്റെ വാക്കുകളും പർവ്വതങ്ങളിൽ നിന്ന് അവർ പറയുവാനായിട്ട് ഏൽപ്പിച്ച ആ കാര്യങ്ങൾ അവർ പറയുമ്പോൾ
അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെ വിളിച്ചത്. പക്ഷെ നിങ്ങൾ വായിച്ചാൽ ശാപങ്ങളാണ് കൂടുതലായിരുന്നത്. അതിന് കാരണം അവരുടെ അനുസരണക്കേടായിരുന്നു. അവർ അനുസരിച്ചിരുന്നെങ്കിൽ അനുഗ്രഹങ്ങൾ മാത്രം അവർക്ക് കൊടുക്കുമായിരുന്നു. ദൈവം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് അവർ കടന്നു വന്ന കനാൻ ദേശം മാത്രമല്ല. നിങ്ങൾ വായിച്ചു നോക്കി അറിയാം, മിസ്രയീം തോട് മുതൽ ഫ്രാത്ത് മഹാനദി വരെയുള്ള ദേശം മുഴുവൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊരിക്കലും അവർക്ക് കൈവശമാക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? അനുസരണക്കേട്. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കൾക്കും എൻ്റെ മക്കളുടെ മക്കൾക്കും അവരുടെ തലമുറകൾക്കും ദൈവത്തിനൊരു പ്ലാനുണ്ട്. പക്ഷെ ആ പ്ലാനിനെ ഞാൻ തകർക്കരുത്. എങ്ങനെ? അനുസരണം കേട്ട ജീവിതം ഞാൻ നയിച്ചാൽ, ഞാൻ ഭക്തിയില്ലാത്ത ജീവിതം നയിച്ചാൽ എൻ്റെ മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളും കൂടെയാണ് ഞാൻ നശിപ്പിച്ച് കളയുന്നത്. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. കർത്താവിനെ കുറിച്ചിട്ട് 10 കൽപ്പനകളുടെ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ 1000 തലമുറ വരെ നന്മ നൽകും, എന്നാൽ എന്നെ ദ്വേഷിക്കുന്നവർക്ക് 4 തലമുറ ശാപം കൊടുക്കും. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ മുഖാന്തരമാണ് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിക്കില്ല എന്നും കൂടെ പറഞ്ഞിട്ടില്ലേ? ശരിയാ. മക്കളുടെ പല്ല് പുളിക്കാതിരിക്കണമെങ്കിൽ അപ്പന്മാർ മാന്യമായിട്ട് നടന്നാൽ എളുപ്പമാണ്. ഇല്ലെങ്കിൽ അവർ കറണ്ട് ഒഴുക്കിനെതിരെ നീന്തുന്നവരായിട്ട് തീരേണ്ടി വരും. ഞാൻ മാതൃകാപരമായി ജീവിച്ചാൽ എൻ്റെ മക്കൾ മാതൃകാപരമായി ജീവിക്കുവാൻ എളുപ്പമാണ്. കാരണം എൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ കടന്നു വരുവാൻ ഇടയായിട്ട് തീരും. ഇല്ല എങ്കിൽ അവർ ഒഴുക്കിനെതിരെ നീന്തുന്നവരായിരിക്കും. ഞാൻ പറയാം, അവൻ്റെ മക്കൾക്ക്, ദൈവഭക്തനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അനുഗ്രഹം ഉണ്ടാകുമെന്നാണ്. മക്കൾക്ക് മാത്രമല്ല, മക്കളുടെ മക്കൾക്കും അനുഗ്രഹം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ വിശ്വാസ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. പ്രോവർബ്സ് 14:26 നാം ഇങ്ങനെ വായിക്കുന്നു. സദൃശവാക്യം സദൃശവാക്യം 14:26. അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. യഹോവ ഭക്തന് ദൃഢധൈര്യം ഉണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ മക്കൾക്ക് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ഞാൻ ഭക്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട. വലിയ ധനമോ സ്ഥലമോ വലിയ വലിയ പേരോ ഒന്നും കൊടുക്കണ്ട. നീ ഭക്തിയോടെ ജീവിക്കുക, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, നിന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ കൊഴിഞ്ഞുപോക്കിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയാമോ? ഭക്തിയില്ലാത്ത ജീവിതം. തലമുറകളെ നശിപ്പിച്ച് കളയുന്നതിലുള്ള മുഖ്യ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കന്മാരാണ്. മാതാപിതാക്കന്മാർ ഭക്തിയോടെ ജീവിച്ചാൽ മക്കൾ ഭക്തിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം വളരെ അധികം ആണ്. നമ്മളുടെ കഴിവുകേട് കൊണ്ടും നമ്മളുടെ ഭക്തിയില്ലായ്മ കൊണ്ടും അടുത്ത തലമുറയെ നമ്മൾ നശിപ്പിച്ച് കളയുകയാണെന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഭക്തരായിട്ടിരിക്കണമെന്ന് പറയുന്നത്. ഒറ്റൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 103:17. സങ്കീർത്തനങ്ങൾ 103:17. നോക്കുക, യഹോവയുടെ ദയയോ എന്നും എന്നേക്കും, എന്നും എന്നേക്കും. അതൊരിക്കലും അവസാനിക്കുന്നില്ല. അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും. ഇതിലും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്താ ഉള്ളത്? ശരിക്കും നമ്മൾ ബാങ്കിലൊക്കെ കൊണ്ടുപോയി പൈസയൊക്കെ ഇട്ട് വേണമെങ്കിൽ FD ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം. അതൊക്കെ വെറുതെയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ട്രംപ് കയറിയതിന് ശേഷം ടാക്സിൻ്റെ ഇത് കൂട്ടുമ്പോൾ ഒക്കെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുമെന്ന് നോക്കിയിരിക്കേണ്ടി വരും. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് പൊങ്ങിയില്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ കട്ടപ്പൊക്കെയാണ്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അവസാനം ബാങ്കുകാരൊക്കെ കൂടെ കൈമലർത്തിയിട്ട് പറയും എന്താ ചെയ്യുക.
ഞങ്ങളുടെ ബിസിനസ് മുഴുവൻ പൊട്ടി പാളിസായി. അത്രയ്ക്കുള്ളൂ ഈ ലോകത്തിലെ ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുക, നീ ഭക്തനായിട്ട് ജീവിക്കേ. ദൈവത്തിന്റെ നീതി മക്കളുടെ മക്കൾക്ക് ഉണ്ടാകും. അത് ദൈവം ഉറപ്പുവരുത്തും. അത് ദൈവം ഉറപ്പുവരുത്തും, മക്കളുടെ മക്കൾക്ക് കൊടുക്കുമെന്നുള്ളത്. ഞാൻ പറയാം, ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നല്ലൊരു പങ്ക് വിശ്വാസികൾ അനുഭവിക്കുന്ന നന്മകൾക്ക് കാരണം അവരുടെ പൂർവികന്മാർ ഭക്തന്മാരായി ജീവിച്ചതാ. എന്നാൽ ഇന്ന് തലമുറകൾ ഭക്തിമാർഗം വിട്ട് മറ്റു പലതിൻ്റെയും പിറകിൽ ഓടുന്നത് കൊണ്ട് അടുത്ത തലമുറകൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നാം മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും അത് വൈകി പോകും. നമ്മുടെ നാട്ടിൽ പണ്ട് പറയാറുള്ളൊരു കാര്യമാണല്ലോ, അടയ്ക്ക മടി വയ്ക്കാം, അടയ്ക്കാൻ വരം മടിയിൽ വയ്ക്കാൻ പറ്റില്ല എന്ന് ഒരു ചൊല്ലുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരെ നടത്തേണ്ട പോലെ നടത്തിയാൽ അവർ ഒതുങ്ങിയിരുന്നുകൊള്ളും. എന്നാൽ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. വളരെ ദുഃഖത്തോടു കൂടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ദുഃഖത്തോടു കൂടെ, ഒന്നും മിണ്ടാൻ നിവൃത്തിയില്ല. കാരണം മക്കൾ വിശ്വാസം വിട്ട് പുറത്തു പോകും. സങ്കടമാണ് അവർക്ക്, നമുക്കും സങ്കടമാണ് അത് കാണുമ്പോൾ. കാരണം അവർ ഓരോ ദിവസം അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ആധിക്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, എന്തൊക്കെ ഉണ്ടായാലും എന്താ കാര്യം? മക്കൾ നന്നായി നടന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഭക്തന്മാരായിരിക്കുക, ദൈവത്തിൻ്റെ പ്രോമിസ് നമുക്കുള്ളതാണ്. 1 തിമോത്തിയോസ് 4:8. അതെ, ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്രേ. ശരീരാഭ്യാസം കൊണ്ട് പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അല്പപ്രയോജനമുണ്ട്. അത്യാവശ്യ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ശരീരത്തിന്. പക്ഷേ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിൻ്റെയും അഥവാ നിത്യതയുടെയും വാഗ്ദത്തമുള്ളത് ആണ്. ഭക്തനായിട്ട് ജീവിച്ചാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് അത് സകലത്തിനും പ്രയോജനകരമാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സകലത്തിനും പ്രയോജനകരമാകുന്നു. കുടുംബം ഭക്തിയുടെ ഒരു മൂശയായിട്ട് അഥവാ പ്ലേസ് ആയിട്ട് തീരണം. ഈ ഒരു കൾച്ചർ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ തിരികെ കൊണ്ടുവരണം. ഉണ്ടായിരുന്നു, ഇത് തിരികെ കൊണ്ടുവരണം. ലെറ്റ് ദ ഫാമിലി അവർ ബി ദ എൻജോയബിൾ ടൈം. ഫാമിലി അവർ എന്ന് പറയുമ്പോൾ ടി വി വെച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി അവർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഫാമിലി അവേഴ്സൊക്കെ ഉണ്ട് പലയിടത്തും, ടി വി എല്ലാവരും ഇരുന്ന് കാണുന്നത്. നോ, വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനം, പ്രാർത്ഥന, അത് എൻജോയ് ചെയ്യുന്ന ഒരു കുടുംബം. മക്കൾ ചുറ്റും ഇരുന്ന് കേൾക്കുക. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന വാക്കുകൾ അതാണ്. യഹോവ ഭക്തൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും? അവൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, അവൻ്റെ മക്കൾ ഒലിവ് തൈകൾ പോലെ അവൻ്റെ മേശയ്ക്ക് ചുറ്റും. അതാണ് ബ്ലെസ്സിങ്. അത് ഭക്തന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം നമ്മുടെ സഭകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്. അങ്ങനെ കുടുംബങ്ങളായി തീരുമ്പോൾ അതിൻ്റെ ആത്മീകമായ ചൂടൊക്കെ സഭയിലും ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ലഭിക്കുന്ന ആത്മീകമായ ചിന്തകൾ പങ്കിടുന്നവർ സഭയിൽ കാണും, അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. അങ്ങനെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക്, എങ്ങനെ സഭാതലത്തിൽ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു കാസ്കേഡിങ് എഫക്റ്റാണ്. എങ്ങനെയാണ്? വ്യക്തി നന്നായാൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നന്നാവും. കുടുംബം നന്നായാൽ സഭ അനുഗ്രഹിക്കപ്പെടും. കാരണം സഭ എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ഒരു കൂട്ടം ആണ്. തിരിച്ചും വ്യക്തി ശരിയല്ലെങ്കിൽ കുടുംബം അതിൻ്റെതായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരും. ഞാൻ എൻ്റെ ബാല്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ അപ്പച്ചനെന്ന് പറഞ്ഞാൽ മഹാകുടിയനായിരുന്നു. മഹാകുടിയെന്ന് വെച്ചാൽ ഭയങ്കര കുടിയനാണ്. നിങ്ങളാരും വെള്ളം കുടിക്കില്ല, അത്രയും ചാരായം താൻ കുടിക്കുമായിരുന്നു, 2 ലിറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാവുന്നേ ഉള്ളൂ എന്തുമാത്രം കുടിയനാണെന്നുള്ളത്. അത്ര ആരോഗ്യമാണ്. 2 അടിച്ചാലൊന്നും പുള്ളി പ്രശ്നമൊന്നുമില്ല.
അത്ര കുടിയൻ. പക്ഷെ അതിൻ്റെ ദുഃഖം മുഴുവൻ അനുഭവിച്ചിരുന്നത് തൻ്റെ ഭാര്യ, അഥവാ എൻ്റെ അമ്മയും മക്കൾ ഞങ്ങളുമാണ്. ഒരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല വീട്ടിൽ, ഒരിക്കലും. വൈകിട്ടത്തെ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പച്ചൻ്റെ കാലും കൈയും തിരുമലായിരുന്നു. ഈ കുടി മുഴുവൻ കഴിഞ്ഞു വന്നിട്ട്. ഇത് കേരളത്തിൽ സർവ്വസാധാരണമായിരുന്നു. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇപ്പോൾ തീരുമാനമൊന്നും മക്കളെ കിട്ടുകയില്ല അന്നത്തെ പോലെ. പക്ഷേ ദുഃഖം അവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഒരു വ്യക്തി, കുടുംബത്തിൽ ഒരു വ്യക്തി ശരിയല്ലെങ്കിൽ ആ കുടുംബത്തിന് എന്നും ദുഃഖമായിരിക്കും. ഒരു കുടുംബം ശരിയല്ലെങ്കിൽ സഭയ്ക്ക് എന്നും ദുഃഖമായിരിക്കും. ആ ദുഃഖം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പം സഭകളോട് അധികം ചേർന്ന് നിൽക്കാത്ത ആൾക്കാർ. എല്ലാവരും സ്വന്തം കാര്യത്തിലാണ്. അതുകൊണ്ട് ദുഃഖം കുറവാണ്. കാരണം അങ്ങനെ ഒരു സഭ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വലിയ ആസ്വാദ്യതയൊന്നും ഇപ്പോൾ ഇല്ലാത്ത, പേരിന് വന്ന് സഭായോഗം അറ്റൻഡ് ചെയ്യും, സ്ഥലം കാലിയാക്കും. ഇതാ ഇപ്പോഴത്തെ സഭകൾ. എന്നാൽ സഭ അങ്ങനെയല്ല. സഭ അങ്ങനെ ആയിരുന്നില്ല. സഭ ഒന്നായിരുന്നു. സഭയിലുള്ള അംഗങ്ങൾ ഒന്നായിരുന്നു, ഒറ്റക്കെട്ടായിരുന്നു. അപ്പോൾ ഒരംഗം വേദനിച്ചാൽ സർവ്വസഭയുടെയും വേദനയായിരുന്നു അത്. അങ്ങനെയായിരുന്നു സഭ. ഇപ്പം അത് മാറി. അതിനുള്ള കാരണം വിശ്വാസികൾ, കുടുംബങ്ങൾ ദൈവഭക്തിയിൽ നിന്ന് പതുക്കെ അകന്നകന്ന് പോയി എന്നുള്ളതാണ്. എന്നാൽ നമുക്കൊരു തിരിച്ചുവരവ് ആവശ്യമാണ്. സഭ പിന്നെയും ഐക്യത്തിൽ മുന്നേറേണ്ടത് ആവശ്യമാണ്. സഭ ഐക്യത്തോടെ നിൽക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. പിന്നെയല്ലേ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അത് എങ്ങനെയാണ്? ഹെർമോന്യ മഞ്ഞ് പോലെ അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ. ഇന്ന് ഒത്തൊരുമ കുറയുന്നു. അതിന് കാരണം സഭയിലുള്ള എല്ലാവരും ഭക്തിയിൽ തികഞ്ഞ് വരുന്നില്ല. ഭക്തി ഉള്ളിടത്ത് ഐക്യം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം ഭക്തി സ്വാർത്ഥം അന്വേഷിക്കുകയില്ല. പിന്നെയോ മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നതിലായിരിക്കും പ്ലഷർ, സന്തോഷം. നമ്മളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവവചനം സഭയിൽ എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:42 നമുക്ക് ആദ്യമായിട്ടൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോകും. മതി. ഇപ്പോൾ നമ്മൾ ദൈവഭക്തന്മാരായി ജീവിക്കുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ നമ്മൾ വചനം ധ്യാനിക്കുകയും കുടുംബത്തിൻ്റെ മധ്യത്ത് പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹം ഉള്ളതായി തീരും. നിങ്ങളത് പരിശീലിച്ച് നോക്കിക്കോട്ടോ. ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ്. ഞാൻ വളരെ ശക്തമായിട്ടത് പറയുകയാണ്. നമ്മൾ ധ്യാനിച്ചു വരുന്നതിൽ നിന്നും കുറെ കൂടെ വലിയ ചിന്തകൾ കുടുംബത്തോടു കൂടി ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരും. ആ ചിന്തകൾ പിന്നെയും നമ്മൾ ശക്തീകരിച്ചിട്ട് സഭയിലേക്ക് കടന്നു വരുമ്പോൾ സഭ എന്ന കുടുംബം മൊത്തത്തിൽ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വ്യക്തിപരമായ ജീവിതം ശരിയാകുമ്പോൾ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമ്പോൾ സഭ എന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും. ശക്തമായിരിക്കുന്ന ദൂതുകൾ, വ്യക്തികളുടെ ആവശ്യാനുസരണം ദൈവാത്മാവ് പങ്കിട്ട് നൽകുന്നത് ദൈവഭക്തന്മാർ വചനം ധ്യാനിക്കുമ്പോഴാണ്. കാരണം ഭക്തന്മാരിൽ കൂടെയാണ് ഹൃദയത്തിൻ്റെ ചിന്തകളെ അറിയുന്ന ദൈവം തൻ്റെ ദൂതുകൾ മനുഷ്യർക്ക് നൽകുന്നത്. കാരണം ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഈ സംഭവിക്കുന്നത്. ഒരു വ്യക്തി ആത്മാവിൽ വേദനപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയൂ. കാരണം ഹൃദയത്തെ അറിയുന്നത് ദൈവം മാത്രം ആണ്. അത് എന്നിൽ കൂടെ നിറവേറണമെങ്കിൽ ദൈവാത്മാവിനെ എന്നെ ഉപയോഗിക്കാൻ കഴിയണം. എന്നെ ദൈവാത്മാവിന് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ ദൈവഭക്തൻ ആയിരിക്കണം. അപ്പോൾ ബാക്കിയുള്ളവരാരും അതിനെ സംസാരിക്കുന്നില്ലേ? ഉണ്ട്, അതിന് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഒരു ഭക്തൻ്റെ ശുശ്രൂഷ, അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാവരുടെ ശുശ്രൂഷയിലും ഉണ്ടാവുകയില്ല. കാരണം ദൈവത്തിന് എടുത്തുപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങളായിട്ട് നമ്മൾ
തീരണം. എൻ്റെ കുടുംബത്തിൽ ഞാൻ ഭക്തിയോടെ ജീവിക്കുന്നുവെങ്കിൽ സഭയിൽ ഞാൻ കടന്നു വരുമ്പോൾ എന്നിൽ കൂടെ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ഇത് വളരെ കീ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കരുത്, ഓ ഇദ്ദേഹം ഭയങ്കര ഭക്തനാണെന്ന്. അല്ല പ്രിയമുള്ളവർ, അതല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഭക്തന്മാർ ആയിരിക്കണം. നമ്മൾ മുമ്പേ ബ്ലെസ്സിങ്സിനെ കുറിച്ച് വായിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം മറക്കരുത്. അവൻ തൻ്റെ രഹസ്യങ്ങളെ ഭക്തന്മാർക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുക. ഭക്തന്മാരോടാണ് ദൈവം ഇടപെടുക. വളരെ ദോഷം നിറഞ്ഞ തലമുറയിൽ ഒരു നോഹയോടെയാണ് ദൈവം ഇടപെട്ടത്. ഭക്തന്മാർ അവരാണ് ദൈവത്തിൻ്റെ കീ മിനിസ്റ്റേഴ്സ്. അവരെ കൊണ്ടാണ് ദൈവം തന്നെ മിനിസ്ട്രി ചെയ്യിക്കുക. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതിന് തക്കവണ്ണം നമ്മളെ തന്നെ നാം ക്രമപ്പെടുത്തിയാൽ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ നമ്മളെ എടുത്ത് ഉപയോഗിക്കുവാൻ എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ ഇവിടെ അപ്പസ്തോലന്മാർ ഉപദേശം കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. അത് ദൈവകൽപ്പനയാണ്. ദൈവസഭയുടെ അടിസ്ഥാന തത്വങ്ങളിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വ്യക്തിപരമായി പ്രാപിച്ചത് ദൈവജനവുമായി പങ്കുവയ്ക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:42 നാം വായിച്ചത് അപ്പസ്തോലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന പ്രമാണം ആണ്. അടിസ്ഥാന പ്രമാണം മുഖ്യമായിട്ട് 4 സഭാ കൂടിവരവുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. 1 വചനം പഠിക്കുക, 2 പ്രാർത്ഥന, 3 അപ്പം നുറുക്കുക, 4 കൂട്ടായ്മ ആചരിക്കുക. ഈ 4 വേദികളാണ് നമുക്കുള്ളത്. അത് 4 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 4 വേദികളാണ് നമുക്ക് മുഖ്യമായിട്ട് സഭയിൽ കൂടെ ലഭ്യമാകുന്ന ശുശ്രൂഷകൾ. അതിൽ ഈ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉപദേശം കേൾക്കുക. വചനം പഠിപ്പിക്കണം. ദൈവസഭയിൽ വചനം പഠിപ്പിക്കണം. പ്രിയ സഹോദരന്മാർ പ്രത്യേകിച്ച് ഓർക്കുക, നിങ്ങൾ പ്രിപ്പയർഡായിട്ട് തീരുമ്പോഴാണ് ദൈവസഭ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുക. പക്ഷെ അത് പ്രിപ്പറേഷൻ ഉണ്ടാകണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ളൊരു ക്രമം ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവസഭയ്ക്ക് അത് അനുഗ്രഹമായി തീരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അടുത്ത വാക്യം എബ്രായലേഖനം 10:25. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. മതി. ഇവിടെ ആ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ദീർഘമായിട്ടൊന്നും പ്രസ്താവിക്കുന്നില്ല. എന്നാൽ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിക്കണം. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് അവിടെ പറയുകയാണിത്, നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും ഇത് അധികമായി ചെയ്യേണ്ടതാകുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ല, കർത്താവ് വരാറായി. പക്ഷേ കർത്താവ് വരാറാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അതിവിടെ എഴുതിയിട്ടുണ്ട്. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അധികമായി ചെയ്യണം. എന്താ അധികമായി ചെയ്യേണ്ടത്? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം അന്യോന്യം പ്രബോധിപ്പിക്കണം. പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലരൊക്കെ സ്ഥിരം ചെയ്യുന്നവർ തന്നെ എന്നും ചെയ്യും, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കേൾക്കും. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം പ്രബോധിപ്പിക്കണം. ഒരാൾക്കും ഇക്കാര്യത്തിൽ ദൈവവചനം എക്സ്ക്ലൂഷൻ കൊടുത്തിട്ടില്ല, വിടുതൽ കൊടുത്തിട്ടില്ല. എല്ലാവരും ഇക്കാര്യത്തിൽ തുല്യ പങ്കാളികളാണ്. അപ്പോൾ എനിക്ക് അതിനുള്ള കഴിവില്ല സഹോദര, കൃപയില്ല സഹോദര എന്നൊക്കെ പറയും. ഇങ്ങനെ ഞാൻ പറയാം, എൻ്റെ പ്രിയ സഹോദര, നിനക്ക് കഴിവുണ്ട്, നിനക്ക് കൃപയുമുണ്ട്, നീ വേണമെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ സഹോദര? പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നതുപോലെ തന്നെയാണ് നിനക്കും തന്നിരിക്കുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിൽ എന്തെങ്കിലും കുറവൊന്നും നിനക്ക് തന്നിട്ടില്ല. എനിക്ക് തന്നിട്ടുള്ള അത്രയും തന്നെ. അത്രയും ഞാൻ പറയുമ്പോൾ ക്വാണ്ടിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നിൽ എങ്ങനെ ആളായിട്ടിരിക്കുന്നുവോ അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളിലും ഉണ്ട്. എല്ലാവർക്കും ദൈവാത്മാവിൻ്റെ സഹായം ഉണ്ട്. പിന്നെ ദൈവാത്മാവിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഇടിച്ചു കയറി ഒന്നും
ചെയ്യിക്കുകയല്ല. അത് ദൈവത്തിനും ഇല്ല അങ്ങനെ ഒരു സ്വഭാവം, ഇടിച്ചു കയറി ചെയ്യിക്കല്. ദൈവം എല്ലാവർക്കും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഭാഗം വായിച്ചത് മറക്കരുത്. നീ ദൈവഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ ദൈവവചനത്തിൽ പ്രാപ്തിയുള്ളവനായി തീരണമോ വേണ്ടയോ. ഞാൻ അധ്വാനിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ കൂടെ വ്യാപരിക്കുവാൻ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. ആണോ? ആണ്. അതെന്താ? കഴുതയെ കൊണ്ട് പ്രവാചകനെ ഉപദേശിച്ചിട്ടുണ്ട് ദൈവം. കഴുതയെ കൊണ്ട് പ്രവാചകനെ ഉപദേശിച്ചിട്ടുണ്ട് ദൈവം. ഞാനത് പറഞ്ഞതിൻ്റെ ആശയം നമ്മൾ കഴുതയാണെന്നുള്ളതല്ല. കഴുതയെ കൊണ്ട് പോലും ഉപദേശിപ്പിക്കുവാൻ ആർ ശക്തനാണ്? കർത്താവ് ശക്തനാണ്. ബിലയാമിന് ഉപദേശം കൊടുത്തു. നിങ്ങളതൊരു സിനാരിയോ ഒന്ന് ചിന്തിച്ചു നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ചിരിയും അതേസമയം ഞെട്ടലും ഉണ്ടാവും. ഇദ്ദേഹം വലിയ പ്രവാചകനാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന വേറൊരു പ്രവാചകൻ അവിടെ ഉണ്ടായി. ഈ പാവം പിടിച്ച കഴുതയായിരുന്നു അത്, ദൈവത്തിൻ്റെ മൗത്ത് പീസ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ഇനി ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ശൗല് ദാവീദിനെ കൊല്ലാനായിട്ട് നടക്കുകയാണ്. ശൗല് ദാവീദിനെ കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുമ്പോൾ പ്രവാചക ഗണം അതിനെതിരെ വന്നു. അപ്പോൾ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ഈ കൊല്ലാൻ നടക്കുന്ന മനുഷ്യൻ പിന്നെ പ്രവചിക്കാൻ തുടങ്ങി. അവൻ ദുഷ്ടത ചെയ്യാനാ പോണേ. അവനെയും പിടിച്ച് പ്രവചിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ നല്ല മനസാക്ഷിയുള്ളവർക്ക് എത്ര അധികം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നതാണ്, അനീതിയുള്ള ന്യായാധിപൻ ഇങ്ങനെയാണെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പിതാവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പരിശുദ്ധാത്മാവിനെ എത്ര അധികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിൻ്റെ ശുശ്രൂഷകളെയാണ് അത് കാണിക്കുന്നത്. നമ്മൾ മനസ്സ് വയ്ക്കണം. നമ്മൾ മനസ്സ് വെച്ചാൽ സഭയിൽ ദൈവജനത്തെ പ്രബോധിപ്പിക്കുവാൻ നമ്മൾക്ക് കയ്യിൽ ഒന്നുമില്ലാതെ വരികയില്ല. അല്ലെങ്കിൽ ഈ വചനം എടുത്ത് മാറ്റി വയ്ക്കണം, തമ്മിൽ പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലേ? ദൈവവചനം പറയാം നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കണം എന്ന് പറയുമ്പോൾ ചിലർക്കേ പറ്റുള്ളൂ എന്ന് വരികിൽ ഈ വാക്യം ഒന്ന് മാറ്റി പറയണം, നിങ്ങളിൽ ചിലർ തമ്മിൽ പ്രബോധിപ്പിക്കണം എന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. അങ്ങനെയല്ല, എല്ലാവരെയും കൊണ്ട് നടക്കും. എവിടെ പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത വാക്യം വായിക്കാം. 1 തീത്തോസ് 1:9. ഇത് മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യമാണ്. വിരോധികൾക്ക് ബോധം വരുത്തുവാൻ ശക്തരാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കണം. മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ തീത്തോസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതി ദൈവാത്മാവിൽ നൽകിയ ഒരു പ്രസ്താവനയാണ് നാം വായിച്ചത്. മൂപ്പന്മാരായിരിക്കേണ്ടുന്ന വ്യക്തികൾ പത്യോപദേശത്തിൽ ഉപദേശിക്കുവാനായി, പ്രബോധിപ്പിക്കുവാനായി, അതുപോലെ വിരോധികൾക്ക് ബോധം വരുത്തുവാനായി ശക്തൻ ആകണം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന് പ്രബോധനം, അതെവിടെ നടത്തുന്ന കാര്യമാണ്? ദൈവ സഭയിൽ. 2 വിരോധികൾക്ക് അപ്പോളജറ്റിക്സ്, വിരോധികൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം. 2 മേഖലകളാണ്. ഒന്ന് സഭയ്ക്കകത്ത്, ഒന്ന് സഭയ്ക്ക് പുറത്ത്. ഇതിന് രണ്ടിനുമുള്ള കപ്പാസിറ്റി ആർക്ക് വേണം? മൂപ്പന്മാർക്ക് ഉണ്ടാകണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് നാം ചെയ്യണം? വിശ്വാസ്യവചനം മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആശയം ബൈബിൾ ഇങ്ങനെ നല്ല മുറുകെ പിടിക്കുക എന്നുള്ളതല്ല. വചനത്തെ ശരിയായി നമ്മൾ പരിശീലിക്കണം. ദൈവവചനം നാം പഠിക്കണം. ദൈവവചനം നാം പ്രാക്ടീസ് ചെയ്യണം. ദൈവവചനം നാം ഉപദേശിക്കണം. അങ്ങനെ വരുമ്പോഴാണ് വചനത്തെ മുറുകെ പിടിക്കുന്നവരായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 10:8. നിങ്ങൾ
കുറിച്ച് ഒന്നധികം പ്രശംസിച്ചാൽ ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ഇനി ദൈവസഭയിൽ വചനത്തെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ദൈവഭക്തൻ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, ദൈവവചന ശുശ്രൂഷ ഒരിക്കലും ഇടിച്ചു കളയുവാൻ ആയിരിക്കരുത്. ചില വചന ശുശ്രൂഷ കഴിഞ്ഞു കഴിയുമ്പോൾ ചിലർ പിന്നെ സഭയെ തന്നെ കടന്നു വരില്ല. കാരണം അതിനുള്ള കുത്തുകളൊക്കെ കൊടുത്തിരിക്കും. ഞാൻ പറയാം, ഈ പുൾപിറ്റ് അതിനു വേണ്ടി ഉപയോഗിക്കരുത്. ഞാൻ പറയാം, അപ്പസ്തലനായ പൗലോസ് 2 വട്ടം ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇടിക്കാനല്ല പണിയുവാനത്രേ, ഇടിച്ചു കളവാനല്ല പണിയുവാനത്രേ കർത്താവ് എനിക്ക് തന്ന അധികാരം. ഞാൻ പറയാം, ദൈവസഭയെ ഭിന്നിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി വചന ശുശ്രൂഷയെ എടുത്ത് ഉപയോഗിക്കരുത്. കുത്തിപ്പറയാനുള്ളൊരു വേദി ആയിരിക്കരുത്. പണിയുവാൻ, ഇടിക്കാനല്ല. ഇത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവമന്ദിരം ദൈവസഭയാണ്. ദൈവസഭയെ ഒരിക്കലും നശിപ്പിക്കാൻ മുതിരരുത്. ഭിന്നത ഉണ്ടാക്കാൻ താല്പര്യം കാണിക്കുന്ന മനുഷ്യരെ ദൈവസഭയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പേടിയില്ല കാര്യത്തിൽ ചിലർക്ക്. എൻ്റെ പ്രിയമുള്ളവരെ വളരെ പേടിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്നേഹമുള്ള പിതാവായിട്ടാണ്. അപ്പോൾ തന്നെ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെ ആണ്. മറക്കരുത്. ദൈവസഭയിൽ കളിച്ചിട്ട് ശിക്ഷ പ്രാപിക്കാതെ പോകുന്നവർ ആരും ഉണ്ടായിരിക്കുകയില്ല. ദൈവസഭയിൽ പക്ഷങ്ങളെ ഉണ്ടാക്കിയിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, വിശ്വാസികളേക്ക് ഇടർച്ച വരുത്തുമാറ് സംസാരങ്ങൾ ഉണ്ടാക്കിയിട്ട് വചനം പ്രസംഗിക്കുവാനുള്ള വേദി അതിനുള്ളൊരു ആയുധമായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ട് ശിക്ഷ പ്രാപിക്കാതെ പോകുന്നവർ ആരും കാണുകയില്ല. ശിക്ഷിക്കുക തന്നെ ചെയ്യും ദൈവം. കാരണം ദൈവസഭയെ പണിയുവാനല്ലാതെ ഇടിക്കുവാൻ അപ്പസ്തലന്മാർക്ക് വരെ അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പസ്തലന്മാർ പണിയുവാൻ വേണ്ടി ദൈവം വിളിക്കപ്പെട്ടവരായിരുന്നു. നമ്മൾക്ക് തീർത്തും അനുവാദമില്ല അതിന്. അതുകൊണ്ട് വളരെ ഭയത്തോടു കൂടെ വേണം നമ്മൾ ദൈവവചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. മറ്റുള്ളവരുടെ ആത്മീക വർധനയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ മറ്റൊരാളെ ഇടിച്ചു താഴ്ത്തുവാനോ വ്യസനിപ്പിക്കുവാനോ നമുക്കിടയാകരുത്. ഞാനിവിടെ അത് പറയുമ്പോൾ തന്നെ തെറ്റ് വിളിച്ചു പറയരുതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വ്യക്തികളെ ആക്രമിക്കാൻ ഇടയായിട്ട് തീരരുത്. വ്യക്തികളെ ആക്രമിക്കുവാൻ ഇടയായി തീരരുത്. കോമൺ ആയിട്ട് ഉള്ള കുറവുകൾ നമ്മൾ പറയുകയും പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ വ്യക്തികളിലേക്ക് അത് ചെന്നെത്തരുത്. നമ്മുടെ ഉദ്ദേശ്യം ദൈവസഭയെ പണിയുക എന്നുള്ളതായിരിക്കണം. രണ്ടാമത്തെ കാര്യം 2 കൊരിന്ത്യർ 4:2. ഞങ്ങളെ ധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ തിരിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കും. 2 പ്രയോഗങ്ങൾ നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, ഉപായം പ്രയോഗിക്കുക. ഉപായം, തങ്ങളുടെ കൂടെ ആൾക്കാരെ നിർത്താൻ വേണ്ടി ഉപായം പ്രയോഗിക്കുന്നവരുണ്ട്. ഉപായം ദൈവസഭയിൽ പാടില്ല. 2, ദൈവവചനത്തിൽ കൂട്ടുചേർക്കരുത്. പറഞ്ഞിട്ടുള്ളത് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അറിവില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാനായിട്ടുള്ള താഴ്മ നമുക്ക് ഉണ്ടായിരിക്കണം. അറിയാത്ത കാര്യം അറിയില്ല എന്നൊക്കെ പറയുന്നതിന് താഴ്മ. എനിക്കെല്ലാം അറിയാമെന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ അറിയേണ്ട പോലെ അത് അറിഞ്ഞിട്ടില്ല. ദൈവവചനം ഒരു സമുദ്രം പോലെയാണ്. നമ്മൾ അതിൽ നിന്നൊരു ചെറിയ ഭാഗമാണ് എടുത്ത് ധ്യാനിക്കുന്നത്. എല്ലാം എനിക്കറിയാം. അങ്ങനെ ഒരുത്തൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തോ സാരമായ പ്രശ്നമുണ്ട്. കാരണം അയാൾ പറഞ്ഞു വരുന്നത് ദൈവത്തെ ഞാനങ്ങ് ശരിക്കും മനസ്സിലാക്കിയെന്നാണ്. ഇല്ല കേട്ടോ. ദൈവത്തെ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ ഈ പ്രിമിറ്റീവായിട്ടുള്ള ഈ പരിധികളിലുള്ള മനുഷ്യന് ഒരിക്കലും ദൈവത്തെ വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനവും അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടാണ് നാം പഠിക്കുന്നത്. അറിയാത്ത കാര്യം അറിയില്ലെന്ന് പറയുക. വചനത്തിൽ കൂട്ട് ചേർക്കരുത്. അറിയാത്ത കാര്യങ്ങൾ അറിയാത്ത. ഞാൻ പറയാം, പല വ്യക്തികളെ ആക്ഷേപിച്ച് ഞാൻ സംസാരിക്കുകയാണെന്ന് ചിന്തിക്കരുത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, എസ്കറ്റോളജി എന്ന വിഷയം, പ്രവചനം എന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ പല ആൾക്കാരും പലതും പറഞ്ഞ് പിന്നീട് അത് തിരുത്തേണ്ടി വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. പലതും ഇന്ന് പറയും, നാളെ അത് മാറ്റി പറയേണ്ടി വരും. അതെന്താ കാരണം എന്നറിയോ? ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ അവരുടെ സമീപനം
ശരിയല്ല. ഒരു പക്ഷേ എനിക്ക് പറയാം ഇങ്ങനെ ആയിരിക്കാം, അല്ലാതെ ഇതിങ്ങനെയാണ് എന്നൊക്കെ ആധികാരികമായിട്ട് അങ്ങ് പറയും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തെറ്റും. ദൈവവചനം അങ്ങനെ കയറിയേണ്ട കാര്യമല്ല. ദൈവവചനം സത്യം മാത്രമേ സംസാരിക്കാവൂ. അവസാനത്തെ വാക്യം വായിച്ച് നമുക്ക് നിർത്താം. അവസാനത്തെ വാക്യം പ്രോവർബ്സ് 30:6. അത് അതിൽ തന്നെ എക്സ്പ്ലനേറ്ററി ആണ്. 30:6. വളരെ ക്ലിയറാണ്. അവൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്. അതെന്താ? ഒരു വിസ്താര ദിവസം വരും, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാണെന്ന് വെളിപ്പെടും. അതെന്തൊരു ഭീകരമാണ്. ദൈവവചനത്തിലെ ഏറ്റവും ഭീകരമായൊരു വാക്യം, ഭീകരമെന്ന് ഞാൻ പറയുമ്പോൾ വചനം ഭീകരമായതുകൊണ്ടല്ല, പേടിപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. അതെന്താ അറിയാമോ? ആകയാൽ ഈ വചനങ്ങളിൽ ഒന്ന് അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അത് ഭയങ്കര ഒരു വാക്യമാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ടെററാണ് അത് വാക്യം. നമ്മൾ തെറ്റായ വചനം പഠിപ്പിച്ചാൽ അതിന് കോൺസിക്വൻസ് ഉണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് വചനത്തിൽ കൂട്ടുചേർക്കരുത്, മായം ചേർക്കരുത്, ഉപായം കാണിക്കരുത്, ഇടിക്കാനായിട്ട് ഉപയോഗിക്കരുത്. പണിയുവാൻ മാത്രം നമ്മൾക്ക് ലഭിക്കുന്ന വചനം സഭയിലെടുത്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.